ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ ലാസ്റ്റിലത്തെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇഫ് ദ പോയിന്റ്സ് A6,1, B8,2, C9,4 and DP,3 are the vertices of a parallelogram taken in order, find the value of P. അപ്പോൾ ഇത് നാലും ഒരു പാരലലോഗ്രത്തിൻ്റെ വെർട്ടീസസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഇതാ ഇങ്ങോട്ടൊന്ന് ഒരു ഫിഗർ വരച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, എ ബി സി ഡി. എ ഈസ് 6,1, ബി ഈസ് 8,2, സി ഈസ് 9,4 ആൻഡ് ഡി ഈസ് P,3. നമുക്ക് പിയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി എന്താണ് എന്ന് നിങ്ങൾ നോക്കുക. എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ള പാരലലോഗ്രത്തിൻ്റെ പ്രോപ്പർട്ടി? ദ ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രം ബൈസെക്ട് ഈച്ച് അതർ അല്ലേ. അപ്പോൾ പാരലലോഗ്രത്തിൻ്റെ ഡയഗണൽസ് എന്ത് ചെയ്യുന്നു? ബൈസെക്റ്റ് ചെയ്യുന്നു. അതായത് എ സി ബി ഡിയെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേപോലെ ബി ഡി എ സിയെ 2 ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് എ സി ബി ഡിയെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ 2 സൈഡുകളും ഈക്വൽ ലെങ്തിലായിരിക്കും. അതായത് ബി ഡിയുടെ മിഡ് പോയിന്റിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? ബി ഡിയെ എ സി കട്ട് ചെയ്യുന്നത്. അതേപോലെ തിരിച്ചും എ സിയെ ബി ഡി കട്ട് ചെയ്യുന്നതും മിഡ് പോയിന്റിൽ കൂടെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റേഷ്യോയിലാണ് ബി ഡിയെ കട്ട് ചെയ്യുന്നത്? മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് 1:1 എന്നുള്ള റേഷ്യോയിലാണ്. അതേപോലെ ബി ഡി എ സിയെ കട്ട് ചെയ്യുന്നതും ഏത് റേഷ്യോയിലാണ്? 1:1 എന്നുള്ള റേഷ്യോയിലാണ്. അപ്പോൾ ഒരു ലൈൻ സെഗ്മെൻറ്റ് മിഡ് പോയിൻറ്റിലൂടെ, അതായത് റേഷ്യോ 1:1 കട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണ്? x1 + x2/2 ആൻഡ് y1 + y2/2. അതാണ് നമ്മുടെ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് പി എന്നുള്ള പിയുടെ വാല്യൂ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്ഷൻ ഫോർമുല തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് എന്തെഴുതാം? വി നോ ദാറ്റ് ഡയഗണൽസ് ഓഫ് എ പാരലലോഗ്രം ബൈസെക്ട് ഈച്ച് അതർ. സോ അപ്പോൾ ഇതാ ഈ ബി ഡിയുടെ മിഡ് പോയിന്റിൽ വരുന്ന കോർഡിനേറ്റും എ സിയുടെ മിഡ് പോയിന്റിൽ വരുന്ന കോർഡിനേറ്റും എന്താണ്? ഈക്വൽ ആണല്ലേ. അതായത് ബി ഡിയുടെ മിഡ് പോയിന്റും എ സിയുടെ മിഡ് പോയിന്റും ഒരേ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റ് എന്താണ്? ഈക്വൽ ആണ്. അതായത് കോർഡിനേറ്റ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി ഈസ് ഈക്വൽ ടു കോർഡിനേറ്റ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ബി ഡി എന്ന് നമുക്ക് പറയാം. രണ്ടിൻ്റെ മിഡ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ആണ്. അതുകൊണ്ട് രണ്ടും എന്താണ്? ഈക്വൽ ആണ്, കോർഡിനേറ്റ് ഈക്വൽ ആണ് എന്ന് നമുക്ക് പറയാം. രണ്ടിൻ്റെയും കോർഡിനേറ്റ് സെയിം ആയിട്ട് തന്നെ വരും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? സോ ദ കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി ഇസ് ഈക്വൽ ടു എന്തെഴുതാം? കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് ബി ഡി. ദാറ്റ് ഈസ്, അപ്പോൾ എന്താണ്? കോർഡിനേറ്റ്സ് ഓഫ് ദി മിഡ് പോയിന്റ് ഓഫ് എ സി, അതായത് ഈ എ സിയുടെ മിഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? PX, Y ആയിട്ട് എടുക്കാം. അതായത് എ സി എന്ന് പറയുന്ന ലൈൻ സെഗ്മെൻറ്റിനെ ഈ പോയിന്റ് എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. റേഷ്യോ 1:1. അപ്പോൾ നമ്മുടെ സെക്ഷൻ ഫോർമുല എന്താണെന്ന് നമ്മൾ പഠിച്ചത്? x1 + x2/2 y1 + y2/2. ഇതാണ് നമ്മുടെ സെക്ഷൻ ഫോർമുല. അപ്പോൾ എ സിയുടെ വെച്ചിട്ട് നമുക്ക് എന്തെഴുതാം? ഇവിടെ x1 എന്താണ്? 6. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2. അപ്പോൾ നമുക്ക് എന്തെഴുതാം? കോർഡിനേറ്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ് ഓഫ് എ സി എന്തെഴുതാം? x1 + x2. അപ്പോൾ 6 + 9/2. അടുത്ത എന്താ? y1, 1 + y2 4. അപ്പോൾ 1 + 4/2 ഇസ് ഈക്വൽ ടു. ഇനി അടുത്തത് ബി ഡിയുടെ. അപ്പോൾ x1 x2 എന്ത് വരും? x1 ഈസ് 8, y1 ഈസ് 2, x2 ഈസ് p, y2 ഈസ് 3. അപ്പോൾ എന്ത് വരും? 8 + p/2
അടുത്തത് y1 ഈസ് 2, y2 ഈസ് 3/2. എന്ത് വരും? 15/2 5/2 is equal to 8 plus p/2 5/2. നമുക്ക് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതെന്താണ്? ഇത് എക്സ്, ഇത് വൈ, ഇത് എക്സ്, ഇത് വൈ. അപ്പോൾ എക്സിന് ഈക്വലാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്തെഴുതാം? 15/2 is equal to 8 plus p/2. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും അല്ലേ? ഇതിനെ ഇങ്ങോട്ട് ചെയ്യുന്നു. അപ്പോൾ 15 into 2 30 is equal to 2 into 8 plus p. 30 is equal to 8 2s are 16 plus 2p. 2p is equal to 16 ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ എന്താവും? 30 minus 16. 2p is equal to എന്ത് കിട്ടും? 14 എന്ന് കിട്ടും. p is equal to 14/2 is equal to 7 എന്ന് കിട്ടും. അപ്പോൾ പിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ഉണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ തന്നിട്ട് പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ഡയഗണൽസ് ഓഫ് പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള പ്രോപ്പർട്ടി നിങ്ങൾ യൂസ് ചെയ്തിട്ട് ബൈസെക്ട് ഈച്ച് അതർ ആയതുകൊണ്ട് രണ്ടിൻ്റെയും എ സിയുടെയും ബി ഡിയുടെയും മിഡ് പോയിന്റിൽ വരുന്ന കോർഡിനേറ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. മനസ്സിലായല്ലോ? അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇനി നമുക്ക് എക്സസൈസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.